ഞാനൊരു സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എക്സ്പേർട്ട് ഒന്നുമല്ല, ഒരു പരീക്ഷണമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലൈക്ക് പ്രസ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, 90,000 റുപ്പീസ്, 90,000 രൂപ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഡിസൈനർ ലക്ഷറി ഫോൺ, അതായത് ഒരു പ്രത്യേകതരം നോർമലി കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു ഫോൺ വാങ്ങാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ കേട്ടോ. എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. ആളുകൾ നോട്ടീസ് ചെയ്യും ഈ ചെറിയ രീതിയിലുള്ള ഷോ. ആക്ച്വലി അത്യാവശ്യം വലിയ രീതിയിലുള്ള ഷോ ചെയ്യാൻ പറ്റും. സോ ഷോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫോണിൻ്റെ. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്തിടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഷോ അല്ലെങ്കിൽ ഇത് ശരിക്കും ആൾക്കാരെ ആകർഷിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുക്കും, ഇങ്ങനെ ഓപ്പൺ ചെയ്യും, കുറച്ച് സ്വൈപ്പ് ഒക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വെക്കും. സോ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ വന്ന് ചോദിക്കും, ചേട്ടാ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൺ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ദിസ് ഇസ് ആൻ അറ്റൻഷൻ ഗ്രാബർ. അറ്റൻഷൻ ഗ്രാബിംഗ് മാത്രമല്ല കേട്ടോ, നല്ല ഫോണാണ്, നല്ല ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ബിൽഡ് എല്ലാം വരുന്നുണ്ട്. ഒരു സാംസങ് S22 അൾട്ര അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഐഫോൺ 13 Pro അല്ലെങ്കിൽ വരാൻ പോകുന്ന 14s ഒക്കെ, അതൊന്നും വാങ്ങാതെ ഇത് വാങ്ങണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ഒരു വീഡിയോ, ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി, എൻ്റെ എല്ലാം കംപ്ലീറ്റ് എക്സ്പീരിയൻസ്, എൻ്റെ പ്രോസും കോൺസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം, ഞാൻ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും നമ്പേഴ്സും കണക്കൊന്നും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നില്ല. ദിസ് ഇസ് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ഫീച്ചർ ബേസ്ഡ് വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കണക്കുകൾ, അതായത് എത്ര ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, എത്ര തിക്നെസ് ഉണ്ട്, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ കാണുക. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ബിൽഡ് നോക്കുകയാണെങ്കിൽ ലക്ഷറി പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്, ഒരു സംശയം വേണ്ട. ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ ഈ ഒരു ഫോൺ കുറേ കൊറിയൻ ഡ്രാമ സീരീസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പല വീഡിയോസിൻ്റെ താഴെ ഞാൻ ആ കമൻറ്റ് വായിച്ചു, അതായത് ഞാൻ ഈ ഒരു ഫോൺ ഇന്ന കൊറിയൻ ഡ്രാമ സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഈ ഫോൺ ആയിരിക്കില്ല, മിക്കവാറും സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് 3 ആയിരിക്കും. സിമിലർ ലുക്കിംഗ് ഫോൺസ് ആണ് രണ്ടും. പിന്നെ സാംസങ് പറയുന്നതനുസരിച്ച് ഈ ഫോൾഡിങ് ആക്ഷൻ ഉണ്ടല്ലോ, ഫോൾഡ് ആൻഡ് അൺഫോൾഡ്, നമുക്കിത് 2 ലക്ഷം തവണ ചെയ്യാൻ പറ്റും. അതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറ്റുള്ളൂ. അതായത് ഹിഞ്ചിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് 2 ലക്ഷം ഫോൾഡ് ആൻഡ് അൺഫോൾഡ് ആക്ഷൻസ് അതിന് സഹിക്കാൻ പറ്റും എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. സോ അതൊരിക്കലും നമ്മൾ അത്ര തവണ എന്തായാലും ഫോൾഡ് ആൻഡ് അൺഫോൾഡ് ചെയ്യാൻ പോകുന്നില്ല. സോ ദാറ്റ്സ് നൈസ്. പിന്നെ ഞാൻ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ ഒരു ജിംനാസ്റ്റിക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വൺ ഹാൻഡ് ഒക്കെ. ഒരു തവണ ഞാനങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ കൈ ഇങ്ങനെ പറന്നുപോയി, എന്നിട്ട് താഴെ വീണു. എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ബെൻഡും സ്ക്രാച്ചും ഡെൻറ്റും ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, സോ നല്ല ബിൽഡ് വരുന്നുണ്ട്. സ്റ്റിൽ ഡോണ്ട് ട്രൈ ദാറ്റ് അറ്റ് ഹോം. സോ ഈ ഫോൾഡബിൾ ഫോം ഫാക്ടറിൻ്റെ ഫോൾഡബിൾ ഫോം ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താണെന്ന് അറിയാം. ഏറ്റവും വലിയ അല്ല, പക്ഷേ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വിരൽ കണ്ടോ, ഫിംഗേഴ്സ്, അത് എവിടെ ഉള്ളത്, ക്യാമറ മോഡലിൻ്റെ മേളിലാണ്. ഒരു നോർമൽ ഫോൺ ആണെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുകയുള്ളൂ. അങ്ങനെ പിടിക്കുമ്പോൾ ക്യാമറ മോഡൽ സേഫ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എപ്പോഴും നമ്മുടെ കൈ എൻ്റെ മേളിലായിരിക്കും. സോ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് എല്ലാം തവണ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ പ്രോബ്ലം മറികടക്കാൻ വേണ്ടി ഒരു നല്ല കവർ ഇട്ട് ഉപയോഗിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കവറില്ല, ഇതിൻ്റെ കവർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കവർ കിട്ടുമെന്ന്. കവറൊക്കെ ഉണ്ട്, കവർ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല തിക്ക് കവർ കിട്ടുന്നുണ്ട്. ലെതർ കവറൊക്കെയാണ് തോന്നുന്നു വരുന്നത്. അതുണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടി സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, കളേഴ്സും പിന്നെ ഡീപ് ബ്ലാക്സ് ഒക്കെ, നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ പാനലാണ്, സോ തീർച്ചയായിട്ടും നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. ആ ക്രീസ് അവിടെ തന്നെ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 10-12 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് മൈൻഡ് ദ ക്രീസ് നൗ. അത് ഞാൻ യൂസ് ടു ആയി. ഓക്കെ, ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴൊക്കെ എനിക്കറിയാം അവിടെ ഉണ്ട് സാധനം, അത് വരുന്നുണ്ട്, നോട്ടീസബിൾ ആണ്. സ്റ്റിൽ ഐ ഡോണ്ട് കെയർ, കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ് പറയുന്നതനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി കുറയ്ക്കാൻ പറ്റും, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ IP റേറ്റിംഗ് നഷ്ടപ്പെടും. സോ എനിക്കൊന്ന് മോട്ടോ ഫ്ലിപ്പ് ഫോൺസിൻ്റെ ഈ ഒരു ക്രീസ് കുറച്ചും കൂടി ലെസ് വിസിബിൾ ആണ്, പക്ഷേ അവിടെ IP റേറ്റിംഗ് വരുന്നില്ല. 90,000 റുപ്പീസ് ഉള്ള ഒരു ഫോണിൽ IP റേറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ആ ഒരു വാട്ടർ ടൈറ്റ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് ഹിഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എക്സ്ട്രാ ക്രീസിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം ഇനിയിപ്പോൾ തന്നെ എടുത്ത് പറയാൻ കേട്ടോ, സോ നമ്മൾ കാണുമ്പോൾ നോട്ടീസ് ആവുന്നില്ലെങ്കിലും ഇങ്ങനെ സ്വൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മ വരും. കാരണം ശരിക്കും അത് ഫീൽ ആവുന്നുണ്ട്, സംഭവം അവിടെ ഉണ്ട് കേട്ടോ. സോ നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോ. ഇതിൻ്റെ മുകളിൽ വരുന്ന ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, സ്ക്രീൻ ഗാർഡ്, സ്ക്രീൻ പ്രൊട്ടക്ടർ, ഒരു കാരണവശാലും എടുത്ത് കളയരുത്, പ്ലീസ് എടുത്ത് കളയരുത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഓത്തറൈസ്ഡ് സാംസങ് സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സ്റ്റോറിലൊക്കെ പോയിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യാവൂ. നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട, കാരണം ഒരു പ്രത്യേകതരം ഡിസ്പ്ലേ ആണ്, റിസ്ക് ആണ്, അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ കെയർ പ്ലസ് ഉണ്ടല്ലോ, 5000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു, 5,000-6,000 റുപ്പീസാണ്, അത് എടുത്തോളൂ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ. കാരണം ഇത് നോർമൽ ഡിസ്പ്ലേ അല്ല കേട്ടോ. റീപ്ലേസ്മെൻറ്റിനൊക്കെ
നല്ല പ്രൈസ് വരും. ആ സാംസങ് കെയർ പ്ലസിൽ എനിക്ക് തോന്നുന്നത് ഒരു തവണ നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരും. സ്പീക്കർ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതായത് 90,000 റുപ്പീസിൻ്റെ സ്പീക്കർ പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല ഫ്രാങ്ക്ലി. അതായത് S22 Plus, S22 Ultra, ഐഫോൺസ് അല്ലെങ്കിൽ ഈവൻ ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഉണ്ടല്ലോ, അതിലൊക്കെ നല്ല കിഡിലൻ സ്പീക്കർ പെർഫോമൻസ്. ആ ബേസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ബേസ് കുറവാണ്, എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോം ഫാക്ടർ, ചെറിയ ഫോം ഫാക്ടർ ആയതുകൊണ്ടാവാം. ഇതിലുള്ള UI ഉണ്ടല്ലോ, One UI, സാംസങ് അത് നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, നോർമൽ ഡെയിലി പെർഫോമൻസ്, ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, റാം മാനേജ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫോമൻസ്, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോണാണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്പെഷ്യലി ഈ ഫോണിൻ്റെ പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഫോൺസ് ഉണ്ട് ഫോർ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് ആണ്. അതായത് മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് ഫോൺസിൽ വരുന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സാംസങ് അതിൻ്റെ ഒരു ഓപ്റ്റിമൈസേഷൻ മറ്റു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോർമൽ യൂസ്, പിന്നെ ഇതിൻ്റെ ഫ്ലെക്സ് മോഡൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടി ക്യാമറ അങ്ങനെയാണ് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനിതിൽ ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 65 to 70% റിസൾട്ടാണ് കിട്ടുന്നത്. ഈ ഫോണിൽ ബാറ്ററി കുറവാണ്, പിന്നെ ഇതിൻ്റെ ഫോം ഫാക്ടറും ചെറുതാണ്. സോ ഹീറ്റിങ്ങും ബാറ്ററി കൺസംഷനൊക്കെ വലിയ പ്രയോറിറ്റി ആയതുകൊണ്ടാവാം സാംസങ് ഇതിനെ ചെറിയ രീതിയിൽ ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ വലിയ അതൊന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം ദിസ് ഇസ് നോട്ട് ഫോർ ഗെയിമിംഗ്. ഒരാളും ഈ ഫ്ലെക്സിബിൾ ഫോൺ എടുത്ത് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫോൺ എടുത്ത് ഗെയിമിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനുവേണ്ടി വേറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് അപ്ഡേറ്റ്, പാച്ച് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി സെയിം ക്യാമറ പെർഫോമൻസ് ആണ്. ഞാൻ ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ഡീറ്റെയിലിൽ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. ദ മോസ്റ്റ് പവർഫുൾ ക്യാമറ പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നോർമലി ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടാറുണ്ട്. ഇവിടെ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല, മാക്രോ ഫെസിലിറ്റി ഇല്ല, മാക്രോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പെരിസ്കോപ്പും ടെലിഫോട്ടോ ഒക്കെ വെക്കാൻ വേണ്ടി അത്യാവശ്യം തിക്നെസ് വേണം കേട്ടോ. സോ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ ഫാക്ടറിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ കാരണമായിരിക്കും ചിലപ്പോൾ ടെലിഫോട്ടോവും പിന്നെ പെരിസ്കോപ്പൊക്കെ തരാത്തത്. എനിവേ, ഇവിടെ ഉള്ള ക്യാമറ, ഈ 2 ക്യാമറ ഉണ്ട്, പ്രൈമറി ആൻഡ് അൾട്രാവൈഡ്. അത് വെച്ച് നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അതായത് S22 Ultra ലെവലിലുള്ള ഒരു ഡൈനാമിക് റേഞ്ച് എനിക്ക് ഇവിടെ കിട്ടി. നോർമലി സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വരുന്ന ആ ഒരു കളർഫുൾ, വിവിഡ്, വൈബ്രൻറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. എനിവേ, നോർമലി One UI വരുന്ന ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ മെയിൻലി 2 ഫീച്ചേഴ്സ് ആണ് ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ഇതിൻ്റെ ഫ്ലെക്സ് മോഡ്. ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് കിട്ടുന്ന ചില എക്സ്ട്രാ ഫീച്ചേഴ്സും. സെക്കൻഡ് ആണ് കവർ സ്ക്രീൻ. ഓക്കെ, നമുക്ക് ഈ 2 ഫീച്ചേഴ്സ് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് ആണ് ഫ്ലെക്സ് മോഡ്. ബേസിക്കലി നമ്മൾ ഒരു ഫ്ലെക്സ് മോഡ് കമ്പാറ്റബിൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ സ്പ്ലിറ്റ് ആവും. സോ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോ മേളത്തെ സ്ക്രീനിലും താഴെ നമുക്ക് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. ഇതാണ് ബേസിക്കലി ഫ്ലെക്സ് മോഡ്. സെറ്റിംഗ്സിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലെക്സ് മോഡ് ഓരോ ആപ്ലിക്കേഷന് വേണ്ടി എനേബിൾ ആൻഡ് ഡിസേബിൾ ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ആക്ടിവേറ്റ് ചെയ്ത് നമ്മളിതാ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ, ആ ഒരു ക്യാമറയുടെ വിൻഡോ, ആ പ്രിവ്യൂ വിൻഡോ മേളിലേക്കും പിന്നെ താഴെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഏറ്റവും യൂസ്ഫുൾ ആയി വരുന്നത് ഈ വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്. സോ നിങ്ങൾ ഒരുപാട് വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഒഫീഷ്യൽ അൺഒഫീഷ്യൽ പേഴ്സണൽ എന്തും ആയിക്കോട്ടെ, ഒരുപാട് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ടേബിളിലോ ബെഡിൽ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്യാം, ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാം. ഈ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി അൺഫോൾഡ് ചെയ്താൽ മതി. വളരെ ഫ്ലെക്സിബിൾ ആണ്. ഫോൺ സ്റ്റാൻഡ് അല്ലെങ്കിൽ ചാരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസിലി വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാം. ഇനി നിങ്ങൾ ഈ സെൽഫി ക്യാമറ ഉപയോഗിച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, റീൽസും പിന്നെ ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അതിലും നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ഫ്ലെക്സ് മോഡ്. പിന്നെ സാംസങ് ഫോൺസിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, പാം റെക്കഗ്നിഷൻ. നമ്മളിങ്ങനെ ഹൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കലി എടുത്തോളും. സോ അത് ഇവിടെ നല്ല യൂസ്ഫുൾ ആണ്. സോ നിങ്ങൾ ഈ ഒരു ഫോൺ സെറ്റ് ചെയ്തിട്ട് ദൂരെ പോയിട്ട് ആ ഹൈ അങ്ങ് പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ കണ്ടില്ലേ, ഇങ്ങനെയായി. സോ അതായത് താഴെ നമ്മുടെ ഓപ്ഷൻസും ഇവിടെയാണ് നമ്മുടെ പ്രിവ്യൂ വിൻഡോ. എന്നിട്ട് നമുക്കത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ പണ്ടത്തെ ക്യാം കോഡറൊക്കെ ഉണ്ടല്ലോ, ക്യാം റെക്കോർഡർ, ആ ഒരു സെറ്റപ്പ് കിട്ടും. ആക്ച്വലി ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം വലിയ പ്രിവ്യൂ സൈസ് കിട്ടുമല്ലോ. അതല്ല, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഗാലറി ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് താഴെ നമുക്കൊരു ടച്ച് പാഡ് കിട്ടും. ആ ടച്ച് പാഡ് നമുക്കത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ താഴെ ആ ഒരു ഫോട്ടോ സ്ക്രോളും വരുന്നുണ്ട്. അതേ രീതിയിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സും റെക്കമെൻഡ് വീഡിയോസും മേളിൽ ആ ഒരു മെയിൻ വിൻഡോ വരും. വാട്സാപ്പിലും വർക്ക് ആവുന്നുണ്ട്. വാട്സാപ്പിലും ചാറ്റ് വിൻഡോ ടോപ്പ് സ്ക്രീനിൽ വരും. പിന്നെ താഴെ ആ ഒരു കീബോർഡും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഫ്ലെക്സ് മോഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഫ്ലെക്സ് മോഡ് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിൻ്റെ
സ്ക്രീനിൻ്റെ സൈസ് ഉണ്ടോ, നല്ല വീതി കുറവുള്ള സ്ക്രീൻ സൈസാണ്. നമ്മൾ ഫ്ലെക്സ് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം ആ ഒരു വിൻഡോ നല്ല ചെറുതായിരിക്കും. പിന്നെ താഴെ നമുക്ക് ആ ഒരു മൗസ് പോയിൻ്ററിൻ്റെ ഓപ്ഷനും പിന്നെ ഈ ടച്ച് പാഡൊക്കെ വരുന്നുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അത്രയും പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല. സോ ഗൂഗിൾ ക്രോം സ്ക്രോൾ ചെയ്യാൻ വേണ്ടി താഴെ ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ടച്ച് പാഡിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി 2 ഫിംഗർ സ്ക്രോൾ ഉണ്ടല്ലോ, അത് നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഈ ഫോൺ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെ അപ്പോൾ അത് ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. കാരണം ആ ഒരു 2 ഹാൻഡഡ് സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മൗസ് പോയിൻ്ററും പിന്നെ 2 ഫിംഗർ സ്ക്രോളൊക്കെ തന്നിരിക്കുന്നത്. സോ ആ 2 ഫിംഗർ സ്ക്രോൾ മാറ്റിയിട്ട് സൈഡിലൊരു സ്ക്രോൾ ബാർ എന്തെങ്കിലും തന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ ഈ ഫ്ലെക്സ് മോഡ് ഉണ്ടല്ലോ, ഫ്ലെക്സ് മോഡ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്, എക്സ്ട്രാ ഫീച്ചറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്യാമറ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ്, അത് സമ്മതിച്ചേ പറ്റും. നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. മറ്റ് ആപ്ലിക്കേഷൻസിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും കൂൾ ഫീച്ചറാണ്, അതായത് ഒരു ഫോൺ കോൾ വന്നു, നിങ്ങൾ നോക്കി ഓക്കെ സംസാരിക്കണം, നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഹലോ. ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല, ഒരു ഉദാഹരണം, ഒരു ആക്ടിങ്. എനിവേ സോ അത് ഓസമാണ് കേട്ടോ ഈ സാധനം. അതായത് ഇങ്ങനെ ഹലോ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടി അടിപൊളിയാണ്. അത് മറ്റൊരു ഫോണിലും കിട്ടില്ല. അതിനു വേണ്ടി ഫ്ലിപ്പ് ഫോൺസ് തന്നെ വാങ്ങണം. നമുക്ക് ഈ കവർ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ ഈ ഫോൺ എടുക്കാൻ വേണ്ടി കവർ ഡിസ്പ്ലേ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും ആരാണ് വിളിക്കുന്നത്. ഇനി എടുക്കണ്ടെങ്കിൽ ഇവിടുന്ന് കട്ടും ചെയ്യാം. ഇനി അതല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ പിക്ക് ചെയ്താൽ സ്പീക്കറിലൂടെ ഡയറക്റ്റ്ലി സ്പീക്കറിലൂടെ കണക്റ്റ് ആവും. ഇനി നിങ്ങളുടെ കയ്യിൽ USB Type-C ഇയർഫോൺസ് അല്ലെങ്കിൽ TWS ഒക്കെ ഉണ്ടെങ്കിൽ നേരെ TWSലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഈ കവർ സ്ക്രീനിൻ്റെ സെറ്റിംഗ്സ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ആണ് ക്ലോക്ക് സ്റ്റൈൽ. സോ 2 കാറ്റഗറി ഉണ്ട്, ബേസിക് ആൻഡ് ആനിമേറ്റഡ്. ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ ആനിമേറ്റഡ് ആണ്. ഞാനിവിടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ബേസിക് വാൾപേപ്പേഴ്സൊക്കെ. താഴെ ഗ്രാഫിക്കൽ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഗ്രാഫിക്കലാണ്. നല്ല ഒരു ആനിമേഷൻ സെറ്റപ്പ്, നല്ല കളർഫുൾ ആണ്, തീർച്ചയായിട്ടും റിയലി ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ടെക്സ്റ്റ് കളർ മാറ്റാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബാക്ക് പോവാം. നെക്സ്റ്റ് ആണ് വിഡ്ജറ്റ്സ്. സോ ഈ കാണുന്ന വിഡ്ജറ്റ്സ് ആണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുക ഈ ഒരു കവർ സ്ക്രീനിൽ. സോ കുറേ ഉണ്ട്, കാലണ്ടർ, മ്യൂസിക്, സ്കെഡ്യൂൾ, പിന്നെ നമ്മുടെ ഗാലക്സി ബഡ്സ് 2 പ്രോയിൻ്റെ സ്പെഷ്യൽ വിഡ്ജറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഷോ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ടേൺ ഓൺ സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻ. ഇതൊക്കെയാണ് ബേസിക്കലി സെറ്റിംഗ്സ്. നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ കാണിക്കും, അതായത് നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ കാണിക്കും. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു വാൾപേപ്പർ ആക്ടിവേറ്റ് ആവുന്നത്. ഈ വാൾപേപ്പർ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടില്ലേ? എല്ലാം തവണ വേറെ വേറെ വാൾപേപ്പേഴ്സ് ആണ് വരുന്നത്. ദാറ്റ്സ് നൈസ്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ റിപ്ലൈ കൊടുക്കാം, അതായത് ക്വിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതായത് ഐ വിൽ ബി ദെയർ, ഐ വിൽ ബി ബാക്ക്, സോറി, താങ്ക് യു, അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വോയിസ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ ആ വോയിസ് ഇംഗ്ലീഷിൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. ഓക്കെ, വേറെ നമ്മുടെ ഭാഷയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ വാട്സാപ്പ്, സ്പെഷ്യലി വാട്സാപ്പുമായിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ ഒരു വിഡ്ജറ്റ് ഇവർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അത് ഡയറക്ട്ലി വോയിസ് മെസ്സേജ് ഇവിടുന്ന് പറയുന്ന സാധനം അവിടെ വാട്സാപ്പിൽ വോയിസ് ആയിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി നൈസ്. അത് അടിപൊളിയായിരിക്കും. ഇംഗ്ലീഷ് മതിയെങ്കിൽ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. സോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ഒക്കെ പറയാൻ വേണ്ടി ഈ സ്പീച്ച് ടു ടെക്സ്റ്റ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടോഗിൾസ് കാണാം, അതായത് വൈഫൈ, പിന്നെ സൈലൻറ്റ് മോഡിലേക്ക് ഇടാൻ വേണ്ടി ബ്ലൂടൂത്ത്, എയർപ്ലെയിൻ മോഡ്, ടോർച്ച്, ബ്രൈറ്റ്നസ്, അതിൻ്റെയൊക്കെ ടോഗിൾസ് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. പക്ഷേ ടോഗിൾസ് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളിത് അൺലോക്ക് ചെയ്യണം. സോ നമ്മൾ ഏതെങ്കിലും ടോഗിൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഫേസ് അൺലോക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ, ത്രൂ റിയർ ക്യാമറ ഫേസ് അൺലോക്ക് വർക്ക് ആവും, അല്ലെങ്കിൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും ഉപയോഗിക്കാം. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വിഡ്ജറ്റ്സ് ആണ്. സോ കാലണ്ടർ വിഡ്ജറ്റ് ഉണ്ട്, നമ്മുടെ മ്യൂസിക് പ്ലെയർ, അലാം, വെതർ. ഇനി പുതിയ വിഡ്ജറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ഡയറക്റ്റ്ലി നമുക്ക് കവർ സ്ക്രീനിൽ നിന്ന് ചെയ്യാൻ പറ്റും, ഫോൺ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സാംസങ് പേ ഫീച്ചറും ഡയറക്റ്റ്ലി കവർ സ്ക്രീനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കോൺടാക്ട്ലെസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫോൺ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കവർ സ്ക്രീനിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത് ക്യാമറ ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ റിയർ ക്യാമറ പ്രിവ്യൂ, റിയർ ക്യാമറയുടെ ലൈവ് ഫീഡ് ഇവിടെ മിറർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ. കണ്ടില്ലേ, ഇപ്പം നിങ്ങളുടെ പ്രിവ്യൂ അല്ല, ആ ഒരു ക്യാമറയുടെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിവേ, സോ ഇനി നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഈ ഒരു പവർ ബട്ടൻ്റെ മുകളിൽ 2 തവണ ഇങ്ങനെ ഡബിൾ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പോർട്രേറ്റ് മോഡൊക്കെ സെലക്ട് ചെയ്യാം, നോർമൽ ഫോട്ടോസ് എടുക്കാം, ഈവൻ വീഡിയോസും എടുക്കാം. ചില വീഡിയോസിൽ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ആ ഒരു വരുന്ന പ്രിവ്യൂ കംപ്ലീറ്റ്ലി നമ്മുടെ ഫേസും ഫിഗറൊന്നും കവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സൂംഡ് ഔട്ട് ആവും. സോ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ഫുൾ ഫിഗർ, നമ്മുടെ പ്രിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി സെൽഫി വീഡിയോസും സെൽഫി ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോൺ ഫസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ചെറിയൊരു ബഗ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കാണിച്ചു തന്നില്ലേ, കവർ സ്ക്രീനിൽ ആ ഒരു ടോഗിൾ ഉണ്ടല്ലോ, ബ്ലൂടൂത്ത് ടോഗിൾ, ആ ഒരു ടോഗിൾ ഓഫ് അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ പിന്നെ അത് കിടന്ന് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി.
പിന്നെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ആ ഒരു ബഗ് ഇല്ല കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ബഗ് ആയിരുന്നായിരിക്കും. പിന്നെ ഫോൺ കോളിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും വൈഫൈ എക്സ്പീരിയൻസ്, മൊബൈൽ ഡേറ്റ അതൊക്കെ പക്കയായിരുന്നു. എൻ്റെ യൂണിറ്റിൽ ഒരു തരത്തിലുള്ള കോൾ ഡ്രോപ്പോ അല്ലെങ്കിൽ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല, വോയിസ് ക്ലിയർ അല്ല, അല്ലെങ്കിൽ വൈഫൈ കണക്ഷനൊക്കെ സ്ലോ ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഐ ഡിഡ്ന്റ് ഹാവ് എനി ഇഷ്യൂ. ബാറ്ററി ബാക്കപ്പ് ഓക്കെ എന്ന് ഞാൻ പറയുള്ളൂ. 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത് ബേസിക്കലി ഭയങ്കരമായ ഹെവി യൂസേഴ്സിന് വേണ്ടിയുള്ള ഫോണല്ല. ലൈറ്റ് മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നിൽക്കുന്നുണ്ട്. പിന്നെ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം 1.25 മണിക്കൂർ എടുക്കുന്നുണ്ട്. വിത്ത് 25 watt ചാർജർ. ബോക്സിൽ ചാർജർ വരുന്നില്ല, പ്രത്യേകം മേടിക്കേണ്ടി വരും. 80% ചാർജ് നമുക്ക് ഈസിലി 3/4 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് 20% ബാറ്ററി ഹാഫ് ആൻ അവർ, അരമണിക്കൂർ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും 1.5 മണിക്കൂറിൻ്റെ ആണ് ഫുൾ ചാർജിങ് സൈക്കിൾ. സോ ഈ ബോറ പർപ്പിൾ ഫ്ലിപ്പിൻ്റെ ഫൈനൽ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ബോറ പർപ്പിൾ സാംസങ്ങിൻ്റെ ബഡ്സ് 2 പ്രോയിൻ്റെ വിശേഷങ്ങൾ അറിയാം. അതായത് വിശേഷങ്ങളും ഇതിൻ്റെ ഫീച്ചേഴ്സും സംഭവമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതൊരു പ്രീമിയം ലെവൽ സാംസങ്ങിൻ്റെ TWS ആണ് ഫോർ ഷ്യൂർ. നല്ലൊരു പ്രീമിയം മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സിലിക്കൺ റബ്ബറൈസ്ഡ് കോട്ടിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈവൻ ബഡ്സിലും ആ ഒരു പ്രീമിയം കോട്ടിംഗ് വരുന്നുണ്ട്. ഓബ്വിയസ്ലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഇട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു വോയിസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഡിസേബിൾ ചെയ്യും. എന്നിട്ട് ആംബിയന്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യും. IPX7 റേറ്റിംഗ് ഉണ്ട്, ബ്ലൂടൂത്ത് 5.3, പിന്നെ 24-bit ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വയർലെസ്സിലൂടെ 24-bit ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു ആ ഒരു 24-bit ട്രാൻസ്മിഷൻ. നമ്മൾ കേൾക്കുന്ന പാട്ടൊക്കെ 24-bit അല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ആ ഒരു 24-bit ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നല്ല രസമാണ് അത് കേൾക്കാൻ. പിന്നെ സാംസങ്ങിൻ്റെ നോർമൽ ബഡ്സിൻ്റെ ആ ഒരു ഷേപ്പാണ്. അതായത് നമ്മളിവിടെ കയറ്റിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്താൽ അവിടെ ലോക്കായി ഇരുന്നോളും. കണ്ടില്ല, പിന്നെ പ്രോബ്ലം ഒന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അത് വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ലോക്കായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ഉണ്ടല്ലോ, അതായത് ഈ ഹെഡ് ട്രാക്കിംഗ് വിത്ത് 360 ഡിഗ്രി ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തലതിരിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പ്ലേസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിൽ നിന്നായിരിക്കും വോയിസ് വരുന്നത്, സൗണ്ട് വരുന്നത്. അതേ രീതിയിൽ ഹെഡ് ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് സൗണ്ട് വരുന്നത്. ആ ഒരു 360 ഡിഗ്രി നമ്മൾ എഴുന്നേറ്റ് നടന്നാലും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് റിയലി നൈസ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, സെപ്പറേറ്റ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. സോ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഉണ്ട്. ഏകദേശം 18,000 രൂപയാണ് ഈ ഒരു TWSൻ്റെ, അതായത് ഈ സാംസങ്ങിൻ്റെ ബഡ്സ് 2 പ്രോയിൻ്റെ പ്രൈസ് 18,000 rupees ആണ്. സോ എന്തായാലും നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിവ്യൂ കണ്ടിട്ടേ വാങ്ങാവൂ. എനിവേ, ബാക്ക് ടു അവർ സാംസങ് Z Flip 4. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാം പ്രോസ് ആൻഡ് കോൺസും കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ ഈ Z Flip 4 ആക്ച്വലി ഒരു നോർമൽ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പ് ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ പ്രൈസ് പോയിന്റിൽ 90,000 95,000 rupeesൻ്റെ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ഫോൺസ് കിട്ടും, നോർമൽ ഫോൺസ് കിട്ടും. ഇതിനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ്, ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ്, ഇതിനേക്കാളും ബെറ്റർ ചാർജിങ്, അതെല്ലാം കിട്ടും. പക്ഷേ ആ ഒരു ഫോണിനും ഇങ്ങനെ ഫോൾഡ് ആവാൻ പറ്റില്ല. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൾഡബിലിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സോ നിങ്ങളൊരു ഫോൾഡബിൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ബാക്കി എല്ലാ ഓപ്ഷൻസ് മാറ്റി വെച്ചിട്ട് ഫോൾഡബിൾ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി Z Flip 4. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.